ഹായ്. മീശയിൽ കളിച്ച് കളിച്ച് മീശ കുളമായി. കുറച്ചും കൂടെ വാലുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. ബ്ലോഗ് എടുക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ ഒരു സമയമില്ല, രണ്ട് ഞാൻ ഒട്ടും പ്ലാനില്ല. എത്തും കുറച്ച് നേരമായാലും നമുക്ക് ഇങ്ങനെയൊക്കെയല്ല, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സൗണ്ട് വരുമ്പോഴത്തേക്കും അത് ഇതിൽ കേട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം ഫ്രണ്ടെന്ന് പറയുമ്പോൾ വേറെ ഫ്രണ്ടല്ല, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. റെഡിയൊന്നും ആയില്ല, റെഡി ആവുന്നേ ഉള്ളൂ, അപ്പോൾ എണീച്ചതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ നമ്മളൊക്കെ സെയിം ഏജാണ്. അപ്പോൾ കൂടെ ഉള്ള എല്ലാവരും ഒക്കെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാവില്ല കല്യാണം. സോ കല്യാണത്തിന് റെഡിയാണ്. അത് ലേറ്റായി. അപ്പോൾ റെഡിയായിട്ട് വരാം. റെഡിയായിട്ട് വരണോ അതോ ഈ റെഡി ആവുന്നത് ഇടുമോ എന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ ലാസ്റ്റ് എന്ത് കാണിക്കില്ല എന്ന് പറയാനായിട്ടുള്ളൂ. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ വെരി ഷൈ അല്ലെങ്കിൽ ക്യാമറ മുന്നിൽ ഒന്നും വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങുന്നില്ലുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ശീലമായി വരുന്നേ ഉള്ളൂ. റീൽസൊക്കെ നേരത്തെ ചെയ്യും. റീൽസ് അല്ലാണ്ട് ഈ കരിങ്കാളിയല്ലേ ആ സംഭവമൊക്കെ നേരത്തെ ചെയ്യും. പക്ഷെ അല്ലാണ്ട് വ്ളോഗ് യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നു, അതൊക്കെ സ്റ്റാർട്ടിങ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഓക്കെ, കൂട്ടാൻ്റെ കല്യാണത്തിന് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഉടുപ്പൊക്കെ പോയി വാങ്ങി. ഇതാണ് കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സ്. പിന്നെ അമ്പലത്തിലായതുകൊണ്ടാണ് ഷർട്ട്. അമ്പലത്തിലായതുകൊണ്ട് മാത്രമല്ല, രാവിലെ കല്യാണത്തിന് എല്ലാവരും കൂടുതലും മുണ്ട്, ജുബ്ബ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാനും ഷർട്ടും അതുപോലെ ഒരു മുണ്ടുമാണ്. പിന്നെ റിസപ്ഷൻ പോകുമെന്ന് ഉറപ്പില്ല, കാരണം വൈകിട്ടൊരു കസ്റ്റമറെ കാണാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് റിസപ്ഷന് പോവില്ല എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എന്താ, ഇതാണ് കല്യാണത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. എന്താണെന്ന് ഞാൻ കാണിക്കില്ല. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ് ചെയ്തൊരു സാധനമാണത്. അത് ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് നേരത്തെ വെച്ചു. കാരണം രാവിലെ കിടന്ന് വെപ്രാളപ്പെടുണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഒരു കസ്റ്റമറെ കാണാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വൈകിട്ട് റിസപ്ഷന് പോവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വൈകിട്ട് പോയാലും പോയില്ലെങ്കിലും ഒരു ടീഷർട്ട് വാങ്ങിച്ച് പോകുമെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഞാൻ ടീഷർട്ട് വാങ്ങി. അതുപോലെ തന്നെ ഒരു ഷൂവും വാങ്ങി. ഈ മുണ്ട് ഷർട്ടും സത്യം പറഞ്ഞ് ചില സമയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ ഓക്കെ. അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ചില സമയത്ത് ഈ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ശരിക്കും മുണ്ട് കൊടുക്കാൻ അറിഞ്ഞൂടാ. മുണ്ട് കൊടുത്ത് എനിക്ക് ആ കറക്റ്റ് ആ കര ഇങ്ങനെ വലതുവശത്ത് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, എന്നാലും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷേ എപ്പോൾ എടുത്താലും അത് അങ്ങനെ കറക്റ്റ് വരില്ല. എപ്പോഴും ചെറിയൊരു മിസ്റ്റേക്ക് വരും, എങ്ങനെയൊക്കെ മുണ്ട് കൊടുത്താലും. ഇപ്പം സമയമില്ല, കല്യാണത്തിന് പോകാൻ റെഡി ആവട്ടെ. ഓക്കെ, ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഫേസ് മാസ്ക്. ഇനിയിപ്പം ഫേസ് മാസ്ക് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറയും, എന്തൊക്കെ ആണ് ഇനി പറയണേന്ന് അറിഞ്ഞൂടാ. അല്ല, ആണുങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ബോയ്സ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചുമ്മാ വെറുതെ വാങ്ങിച്ചതാണ്. ഇതാണ് സംഭവം. ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, അപ്പം നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടി തേച്ചാൽ വെളുക്കുമോ, അല്ലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാസ്ക് അല്ലേ. അപ്പം ജസ്റ്റ് ഒരു മാസ്ക്. അപ്പം അതുപോലെ കല്യാണമൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല ചില്ലിയാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി വെച്ചിട്ടുള്ളതായിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി ഞാൻ മറന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു എന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഇന്നലെ തന്നെ വയ്ക്കാറില്ലായിരുന്നു. ഇതിപ്പോൾ സമയമില്ലാത്ത സമയത്ത്
പ്രൊഡക്റ്റ് റിവ്യൂ ബ്യൂട്ടി വ്ളോഗോ ഒന്നും വിചാരിക്കരുത്. ഇത് ഞാൻ ഫുള്ള് വെച്ചിട്ട് വരാം. ഇതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് പോയി കാണാം. ഇവിടെ ഇരിക്കുന്നില്ല, താടിയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇരുന്ന് ഇരിക്കുന്നില്ല. ഇത്രയോ ഇവിടെ മീശയുള്ളത്. ഓക്കെ, വെച്ചിട്ട് കുറേ നേരമായി. അയച്ചു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ കുറേ നേരം വെള്ളത്തിൽ നിന്ന ഒരു എഫക്റ്റ് എത്ര ഉള്ളൂ. ഇല്ലെങ്കിലും കാണുന്നില്ല, കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോഴേ ശ്രദ്ധിച്ചത്, ഞാൻ ഇവിടുത്തെ വീഡിയോ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു ചെറിയൊരു വ്യത്യാസമുണ്ടല്ലേ. ആ മാസ്ക് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഇരുന്നിട്ട് മാറ്റിയപ്പോൾ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമില്ലേ? വെളുത്ത് തൊടുത്ത് ആപ്പിള് പോലെ അങ്ങനെയല്ല. അത് വെച്ചിട്ട് കുറച്ച് നല്ലൊരു നല്ല ഡിഫറെൻറ്റ്, നല്ല അതായത് നല്ല തണുപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു എന്തോ ചെറിയൊരു ഡിഫറെൻറ്റ്. ഇനി ഇത് ഫിൽറ്റർ ഇട്ടിട്ടില്ല കേട്ടോ, ഫിൽറ്റർ ഇട്ടിട്ടില്ല. ഇനി ജനലിൻ്റെ അടുത്ത് വന്ന് വെട്ടത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞോട്ടെ. എന്നാലും എന്തോ ചെറിയൊരു ഡിഫറെൻറ്റ്. കൊള്ളാം, അതുപോലെ കൊള്ളാം, കുഴപ്പമില്ല. പോട്ടെ, കുളിച്ചിട്ട് വരാം. സെറ്റായി. പിന്നെ ട്രൈപോഡ് വെച്ചിട്ടുള്ള മുണ്ട് കാണാൻ പറ്റില്ലല്ലേ. മുണ്ട് കാണിച്ചു തരാം. ഇതാ ഷർട്ട്, മുണ്ട് മാച്ച് ആവുന്നുണ്ടല്ലേ. ഇത് പശ മുക്കി അങ്ങനെ ഡ്രൈ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ വടി പോലെ ഇരിക്കുക. എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല ഈ വടി പോലെ ഇരിക്കുന്നത്. ഡ്രൈ ക്ലീൻ ചെയ്തുകൊണ്ട് അതിങ്ങനെ വടി പോലെ ഇരിക്കണം. മറ്റേതാകുമ്പോൾ നല്ല കൂളായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം മാച്ച് ആവുന്നുണ്ടല്ലേ ഷർട്ടിൻ്റെ ഈ ഒരു കളർ ഇതും കൂടെ ആകുമ്പോൾ മാച്ച് ആവുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ജുബ്ബയുടെ വിഷുവിനെടുത്ത ജുബ്ബയുടെ അതിന് മാച്ചായിട്ട് കസ്റ്റമൈസ് ചെയ്ത മുണ്ടാണ്. അതാണ് ഈ ലൈൻ, ഇതാണ് അതിൻ്റെ കുർത്ത. അപ്പോൾ മാച്ചിന് മുണ്ടും മാച്ചിന് കുർത്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുണ്ടാണിത്. അപ്പോൾ അത് ഇതിന് ഉപകാരപ്പെട്ടു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സമയമായി, വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും നോക്കി എടുത്തും സമയം ഒരുപാട് പോയി. അപ്പം അതുകൊണ്ട് ഞാൻ സത്യം എനിക്ക് കുറേ സംസാരിക്കണമുണ്ടായിരുന്നു ഫ്രണ്ടിനെ പറ്റി. കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ വ്ളോഗ് അങ്ങനെ പോകണമെന്നായിരുന്നു. പക്ഷേ ഇതിപ്പം സമയമില്ല, പോയിട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇനി റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ബൈ അല്ല, ഞാൻ ബാക്കി കാണാം. ഓക്കെ. days later. ഒരു കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോയിൽ തുടങ്ങിയതാണ്. അങ്ങനെ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇറങ്ങാൻ ലേറ്റായി പെട്ടെന്ന് സ്പീഡേ അങ്ങ് പോയി. പിന്നെ അവിടെ വെച്ച് വീഡിയോ എടുക്കാനോ വേറെ കാര്യങ്ങൾ കാണിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല. ഞാനും കുറച്ച് ടെൻഷനായിരുന്നു. അപ്പം നമുക്ക് ഈ വ്ളോഗൊക്കെ എടുത്ത് അങ്ങനെ ശീലമില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അന്ന് കല്യാണത്തിന് പോയി, വൈകിട്ട് റിസപ്ഷന് പോയി. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഷോർട്ട് വീഡിയോ കുറച്ച് എന്തോ എടുത്തു. പിന്നെ കല്യാണ മണ്ഡപത്തിൽ കുറച്ച് വീഡിയോ എടുത്തു. അല്ലാതെ വേറെ ഒന്നും എടുത്തില്ല. വേറെ ഒന്നും എനിക്ക് പറയാനും പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, വേറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നും
ഒരു കല്യാണമുണ്ട്. കല്യാണത്തിന് വേണ്ടി പോവാണ്. കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. റിസപ്ഷൻ വൈകിട്ട് പോവാണ്. അപ്പം അതിവിടെ നിന്ന് നല്ല ദൂരമുണ്ടായി. സത്യം നല്ലൊരു ദൂരമുണ്ട് ഇവിടെ നിന്ന് കല്യാണത്തിന് പോകാൻ. അല്ല, കല്യാണ റിസപ്ഷന് പോകാൻ. അപ്പോൾ വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാവാൻ പോവാണ്. കുളിക്കണം. അപ്പോൾ ഞാൻ ഇപ്പം അത് വീഡിയോ എടുത്ത് ഞാൻ ഒരു വീഡിയോ ഞാൻ ബ്ലോഗൊന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയൊന്നും വീഡിയോ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ആ വീഡിയോസ് എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും തുടങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടെ വീഡിയോ ആഡ് ചെയ്ത് അതൊരു കറക്റ്റ് എൻഡ് ആക്കാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ കൂടെ എടുക്കുന്നത്. അപ്പം ഈ ഒരു കല്യാണത്തിന് പോകുന്ന കൂടെ ഒരു വീഡിയോ ആക്കി വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇതെങ്കിലും ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റിന് തീർക്കണം. ഓക്കെ, അങ്ങനെ എൻ്റെ ഓൺ വോയിസിന് സമയമായി. എൻ്റെ ഓൺ വോയിസാണ് എനിക്ക് ഏറ്റവും പാട്. ക്യാമറ ഓണാക്കി സംസാരിക്കാൻ പിന്നെയും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ പുതിയ ഷൂ, അതുപോലെ തന്നെ ഇതാണ് എൻ്റെ പുതിയ ടീഷർട്ട്. ഈ ഡ്രസ്സ് തന്നെയാണ് ഞാൻ രാഹുലിൻ്റെ കല്യാണ റിസപ്ഷന് ഇട്ടുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അഖിലിൻ്റെ, എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് റിസപ്ഷന് പോകുന്നത്. അവിടെ കുറച്ച് ലോങ് ആണ്, പോയിട്ട് വരാം. ബാ. അങ്ങനെ നമ്മൾ റിസപ്ഷൻ സ്ഥലത്തോട്ട് എത്തി. വിചാരിച്ച എത്ര ദൂരം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയും ദൂരമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. അങ്ങനെ റിസപ്ഷന് വന്നു. നമ്മൾ ആദ്യം കുറച്ചൊരു വെയിറ്റ് ചെയ്തു. കാരണം ഇവർ പെണ്ണിൻ്റെ വീട്ടുകാർ പോകുന്ന സമയമായതുകൊണ്ട് അവർ അതിൻ്റെ തിരക്കായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചൊരു വെയിറ്റ് ചെയ്തു. അങ്ങനെ പെണ്ണിൻ ചെറുക്കൻ സ്റ്റേജിൽ കയറിയതിന് ശേഷമാണ് പിന്നെ പോയത്. ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിലുള്ളൂ. അങ്ങനെ നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു. എനിക്ക് അവിടെ പോയി ഇറങ്ങാൻ നേരം പറയണമെന്നുണ്ടായിരുന്നു, ചേട്ടാ ഫുഡൊക്കെ അടിപൊളി സൂപ്പർ. ഞാൻ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്. നല്ല വയറ് കുറേ കാലശേഷം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഐസ്ക്രീം, പോപ്കോണ്, ജ്യൂസ്, അങ്ങനെ അത്യാവശ്യം ചെറിയൊരു ഗ്രാൻഡായിരുന്നു കല്യാണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പതുക്കെ മെല്ലെ എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എല്ലാം ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഈ ഒരു വ്ളോഗ് അങ്ങനെ തീരുവാണ്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8-8:30 ആയപ്പോഴത്തേക്കും വീടെത്തി. അങ്ങനെ എനിക്ക് 2 പേരുടെയും കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റി. മാക്സിമം എനിക്ക് 2 പേരുടെയും കല്യാണത്തിന് എത്താൻ പറ്റി. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ്. 2 പേർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഇവർ 2 പേരും എൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ഒരാൾ രാഹുൽ, ഒരാൾ അഖിൽ. 2 പേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെ ഈ വീഡിയോ വെച്ച് തീരുവാണ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു.